നമസ്കാരം. ലൈല ക്രിയേഷൻസിൻ്റെ രണ്ടാമത്തെ ഓണാഘോഷമാണിത്. വളരെ സന്തോഷമുണ്ട്. ഒരു മാസം ഒരു ഹ്രസ്വചിത്രം, ഒരു വർഷം 12 എന്ന് നമ്മൾ വിചാരിച്ച് 13ആയി. ഇപ്പോൾ 21ാമത്തെ ഹ്രസ്വചിത്രം ഇന്ന് വൈകുന്നേരം അത് റിലീസ് ചെയ്യുകയാണ്. അതിനോടൊപ്പം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിൽ വളരെ കുറച്ച് പേര്, 220ഓളം പേര് സഹകരിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എണ്ണി നോക്കാൻ എന്നെ അറിയാം. ഞങ്ങൾ വളരെയേറെ സ്നേഹിക്കുന്ന എണ്ണം പറഞ്ഞവരാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. അത് ഞാൻ ആദ്യം ഇവരെ ഓരോരുത്തരെയും പരിചയപ്പെടുത്താം. അതിലൊരു വലിപ്പം വെച്ചിട്ടല്ല പരിചയപ്പെടുത്തുന്നത്, അതിൻ്റെ ഒരു എണ്ണം വെച്ചിട്ട്. എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരേപോലെ വലിപ്പമുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു കണ്ണാടിയിട്ട ഒരു മനുഷ്യൻ്റെ ഇപ്പോൾ ഉണ്ട്, രഞ്ജിത്ത് എന്ന് പറയും. കണ്ണനത്തോ പൈക്കിയിൽ അധ്യാപകരാണ്. തൊട്ടടുത്ത് ആദ്യമാണ് നമ്മുടെ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ തന്നത്, ചെറുമകനാണ്. സന്തോഷം. ഇത് അഡ്വക്കേറ്റ് അരുൺ അലക്സ്, മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ട്. അദ്ദേഹം ഒരു നാടക നടൻ കൂടിയാണ്. സുശീല ടീച്ചർ ഗായികയാണ്, ജനപ്രതിനിധിയാണ്, അതിനേക്കാൾ ഉപരി ഒരു വലിയ അധ്യാപികയാണ്. തൊട്ടുപുറകിലിരിക്കുന്ന ആളാണ് നമ്മൾ ആദ്യം പറഞ്ഞ കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണനുള്ള അദ്ദേഹത്തിൻ്റെ ഈ വീടാണിത്. ഇത് ഇത്തരം സൗകര്യം ഉണ്ടാക്കി തരുന്ന അമ്മനാണ്. മാത്രമല്ല ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് തിരുത്തുന്ന ഒരാളാണ്, ശകാരിക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് അങ്ങനെ ഇത്രയും നാൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുറത്ത് വേറൊരാളിരിപ്പുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ സിനിമ മുതൽ ഞങ്ങളോട് സഹകരിക്കുന്നതാണ് പ്രസന്നാപ്പിള്ള. തൊട്ടടുത്തിരിക്കുന്ന ആൾ വളരെ സൂക്ഷിച്ചാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തെ പ്രസന്നാപ്പിള്ളയുടെ ഭർത്താവാണ് തുളസീധരൻ പിള്ള. പിന്നെ ഷാജിയുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിലും ഒരു ചെറിയ മനുഷ്യനാണെങ്കിലും വലിയ പണികളാണ് കൈകരിക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഞങ്ങളുടെ മിക്ക സിനിമയിൽ ഞങ്ങളോട് ഒരുപാട് കാര്യത്തിൽ സഹകരിക്കുന്ന ആളാണ്. ഏറ്റവും അവസാനം വേണുസാറാണ്. വേണുസാറിനെ എനിക്ക് അറിയാം. അവിടുത്തെ ഏറ്റവും വലിയ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. മാത്രമല്ല പ്രഭാഷകനാണ്, യോഗാധ്യാപകനാണ്. അങ്ങനെ ഒട്ടേറെ വിശേഷങ്ങളുണ്ട്. ഞങ്ങളുടെ സിനിമയിലെ ഒരു അഭിനേതാവായിരുന്നു. നമുക്ക് ഇനി നമ്മുടെ ഓണ വിശേഷങ്ങളിലേക്ക് പോകാം. ഓരോരുത്തർക്കും ഒരു 2 മിനിറ്റ് വീതം കൂടുതൽ സമയമെടുക്കാതെ ഓണത്തെക്കുറിച്ചും ഞങ്ങളുടെ സിനിമയിൽ അഭിനയിച്ചപ്പോഴുള്ള നിങ്ങളുടെ അനുഭവത്തെക്കുറിച്ചും ഒരു 3-4 മിനിറ്റ് മാക്സിമം നിൽക്കുന്ന തരത്തിൽ രഞ്ജിത്ത് സാറിന് നമുക്ക് തുടങ്ങാം. പറഞ്ഞുകൊള്ളു. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഓണത്തെക്കുറിച്ചാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഓണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ സന്തോഷകരമൊന്നുമല്ല. അത് ഇടത്തെ കുടുംബത്തിൽ ജനിച്ചതായിരുന്നു. ആ തരത്തിലുള്ള ഒരു ഓണവിശേഷമേ ഉള്ളൂ എനിക്ക് പങ്കുവെക്കാൻ. എങ്കിലും എൻ്റെ ഓർമ്മയിലുള്ള ഓണത്തിന് ഈ പറയുന്ന ഊഞ്ഞാലുകൾ, നാട്ടിൻപുറത്തെ മൈലം പോലെ ഒരു ചെറിയ ഗ്രാമത്തിൽ എല്ലാ മേഖലയിലും ഓടി നടന്നിരുന്ന ഒരു ഓണമായിരുന്നു എൻ്റെ ഓണം. എല്ലാ കൂട്ടുകാരോടൊപ്പവും എല്ലാം വളരെ സന്തോഷകരമായി കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു ഓണം. എങ്കിൽ പോലും ഇപ്പം ഞാനിവിടെ വന്നിരുന്ന് പറയുന്ന ഈ ഓണമാണ് യഥാർത്ഥത്തിൽ എനിക്കിപ്പോൾ ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാൻ ഇടവരാൻ പോകുന്ന ഓണം. കാരണം ഞാൻ വലിയൊരു നേതാവോ അന്ന് അങ്ങനെയൊന്നും അല്ല. എങ്കിലും എന്നെ ഒരു ചെറിയ ഷോർട്ട് ഫിലിം അഭിനയിപ്പിക്കുകയും ഇത്തരത്തിലൊരു ചാനലിലൂടെ ഒരു ഓണാഘോഷത്തെക്കുറിച്ച് പറയുന്നതിന് ഇത്തരത്തിലൊരു അവസരമൊക്കെ ഉണ്ടാക്കി. ഇതെൻ്റെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്ന ഒരു ഓണമാണ്. എനിക്ക് ഓണം എന്നൊക്കെ വെച്ചാൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് എല്ലാ വർഷവും ഒരു ഓണപ്പരിപാടിയും അതിൻ്റെ ഒരു ഓണസദ്യയും കൂടുതൽ തയ്യാറാക്കുന്ന ആ ഒരു പായസം. ആ പായസമാണ് എൻ്റെയും കൂട്ടുകാരുടെ ആയിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഓർമ്മ. ഈ വർഷം പോകാൻ സാധിച്ചില്ല, പക്ഷെ എങ്കിലും ഓണം എനിക്കൊരു മനസ്സിലൊരു എപ്പോഴും സ്ഥാനം ഉണ്ടാവും. ഇതൊക്കെ എന്ത്? എല്ലാവർക്കും ഓണാശംസകൾ. ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ ദേശീയോത്സവമാണ്. ഓണം ആഘോഷിക്കുന്നത് മലയാളികൾ എന്ന് പറയുമ്പോൾ എല്ലാ മതജാതി വിഭാഗത്തിൽപ്പെട്ടവരും ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ആഘോഷിക്കുന്ന ഏറ്റവും വലിയൊരു ഉത്സവമാണ്. സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ ഉത്സവം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിലും ഓണമെന്ന് പറയുന്ന ആ പഴയകാല
ചിന്തകളും ഓർമ്മകളും കടന്നു വരുന്ന, അത് സ്മരിക്കുന്ന ഒരു ദിവസം കൂടെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഓണവും വളരെ സന്തോഷത്തോടു കൂടി കൊണ്ടാടുന്ന ഒരാളാണ് ഞാൻ. ഓണം വരുന്നെന്ന് അറിയുമ്പോഴേ തന്നെ ഓണത്തിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്നില്ല. അത് ഇങ്ങനെ കടന്നു വന്ന് നമ്മളിലേക്ക് അലിഞ്ഞു ചേർന്ന് പിന്നെ പയ്യെ പയ്യെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന ആ ഒരു ഫീലാണ് എനിക്ക് ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ. ഞാൻ ഇപ്പോൾ ഈ ഒരു ദിവസം ഇങ്ങനെ എല്ലാവരുമായിട്ട് ഒത്തുകൂടാൻ കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ ഒരു കൂട്ടായ്മയുടെയും ഒരു ഒത്തൊരുമയുടെയും ഒക്കെ ഒരു ആഘോഷം കൂടെയാണ് ഓണം. അതുപോലെ പങ്കുവയ്ക്കലിൻ്റെ ഒരു ഉത്സവമാണ് ഓണം. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയാണ് ഞങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ശ്രീ തുളസി അണ്ണൻ ലൈല ക്രിയേഷൻ്റെ ബാനറിൽ ഒരുപാട് ചിത്രങ്ങൾ ചെയ്യുകയുണ്ടായി. അതിൽ തുടക്കം തൊട്ട് 2ാമത്തെ ചിത്രം തൊട്ട് തന്നെ നിരവധി ചിത്രങ്ങൾ ഞാൻ അഭിനയിക്കുകയുണ്ടായി. എല്ലാത്തിനും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും ആണ് എനിക്കുണ്ടായിട്ടുള്ളത്. വളരെ പ്രത്യേകിച്ച് തുളസി അണ്ണൻ ഓരോ മാസവും ചിത്രങ്ങൾ എടുക്കുന്നതിന് അതിൻ്റെ ഒരു തിടുക്കത്തിൽ തന്നെ കഴിയുന്നത്ര നല്ല ഭംഗിയായിട്ട് അത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് തുളസി അണ്ണനും അതുപോലെ തന്നെ ധർമ്മയും ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒത്തുകൂടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമാണ്. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. ഓണക്കാലമാകുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ഒരു പാട്ടാണ്. അപ്പോൾ എൻ്റെ ഓർമ്മകൾ പാട്ടിലൂടെ പറയുകയാണ്. കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടും. കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടും. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിരച്ചോടി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിരച്ചോടി. പൊന്നെല്ലിൻ പൂക്കളം പൂമുറ്റം മേലേ നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവയലിൽ മോഹം മുന്നിൽ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. ഓണക്കാലം എന്ന് ഓർക്കുമ്പോൾ ശരിക്കും ഈ പാട്ടാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ കാലം എത്ര കഴിഞ്ഞാലും ഓണം എന്നത് മലയാളിയുടെ ഒരു വലിയ വികാരമാണ്. അത് മലയാളി എങ്ങനെയും ആഘോഷിച്ചിരിക്കും എന്നുള്ളതാണ്. നമ്മൾ പറയും ഓണപ്പഴമ, പുതിയ കാലത്തെ ഓണം. നമ്മളങ്ങനെ രണ്ടും സത്യം പറഞ്ഞാൽ ഞാനും ഒക്കെ ഒരുപാട് പരിതപിച്ചിട്ടുണ്ട്. പഴയ ഓണം അങ്ങനെ ആയിരുന്നല്ലോ, പുതിയ ഓണം. പക്ഷേ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോഴുള്ള മലയാളികളുടെ നമ്മളുടെ ഈ ഒരു ജീവിത പരിധിയിൽ നമ്മളുടെ കിട്ടുന്ന എല്ലാ വസ്തുവകകളും വെച്ച് മലയാളി ഇന്നും അതിമനോഹരമായിട്ട് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണം എന്നത് മലയാളി ഈ ലോകത്തുള്ളിടത്തോളം കാലം ഓണം ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിങ്ങനെ ഒരു ഉത്സവം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നാനാജാതി മതസ്ഥർ ഒരുമിച്ച് ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളിലും ഇലയിട്ടൂണും സദ്യയും ഓണത്തപ്പനെ വരവേൽക്കലും ഒത്തുകൂടലും ഒക്കെ ആയിട്ട് ഓണം ഇങ്ങനെ പോവുകയാണ്. നമുക്ക് പ്രായമേറുന്നതേ ഉള്ളൂ. ഓണം തലമുറകളോളം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതൊരു സന്തോഷമുള്ളൊരു അനുഭൂതിയാണ് തീർച്ചയായും. ഈ ഓണ ദിവസം എൻ്റെ വീട്ടിൽ നിങ്ങളെല്ലാവരും വന്നു ചേർന്ന് നിങ്ങളുടെ സ്നേഹം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഒരു അപൂർവമായ പൂക്കളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെനിക്ക് നിങ്ങൾ തന്ന ഏറ്റവും വലിയ ഓണസദ്യ കൂടിയാണ്, ഓണസമ്മാനം കൂടിയാണ്. അതിനെല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കുടുംബവും അതിന് ഉൾപ്പെടെയുള്ള കുടുംബത്തിൻ്റെയും സന്തോഷവും കൊണ്ടാണ്. ഈ നമ്മുടെ തൊട്ടുകൊണ്ട് പൂക്കളം ഉണ്ടാക്കി. ഈ പൂക്കളം ടീച്ചർ നേരത്തെ പറഞ്ഞ ഒരു സന്ദേശമാണ് ആദ്യമായിട്ട്. അതായത് അതിൽ വ്യത്യസ്തമായ നിറമുള്ള പൂക്കളും വ്യത്യസ്ത മണമുള്ള പൂക്കളും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ ചെമ്പരത്തിയെന്നോ അല്ലെങ്കിൽ ഞാൻ ചെണ്ടുമല്ലിയെന്നോ അവർ പറഞ്ഞു. ഞങ്ങൾ പൂക്കളത്തിൻ്റെ പാട്ടാണ്. പൂക്കളത്തിൽ അവർക്ക് പ്രത്യേക മുഖങ്ങളില്ല, ഭാവങ്ങളില്ല. ഈ ഒത്തുചേരലാണ്, ഇങ്ങനെ ഒന്നിച്ചു ചേരലാണ് ഓണം എന്നുള്ള വാക്ക് സമർത്ഥം. ഇനി ഈ പൂ മറ്റൊരു സന്ദേശം കൂടി വരുന്നു.
ഈ പൂക്കളെല്ലാം ഒരു ചെമ്പരത്തി ഒഴിച്ച് ബാക്കി പൂക്കളെല്ലാം ഓണക്കാലത്ത് മാത്രം തോന്നുന്നു. ഇപ്പോൾ എല്ലാവരും തോന്നുന്നു. അങ്ങനെ നമുക്ക് ഓണക്കാലത്ത് കിട്ടുന്ന പൂക്കളെ കൊണ്ടാണ് സാധാരണ പണ്ട് നമ്മൾ ഓണക്കളം ഉണ്ടാക്കിയത്. ഓണക്കാലത്ത് മാത്രം ഈ പൂക്കുന്ന ചെടികൾ തരുന്ന പൂവുകളെല്ലാം ഇതാ മാവേലി വരുന്ന മുന്നറിയിപ്പ്. മാവേലിക്ക് വേണ്ടി ഈ പ്രകൃതി, നമ്മുടെ ഭൂമി, നമ്മുടെ മലയാളം സമ്മാനിക്കുന്ന പൂക്കളുമാണ്. നമ്മൾ അകർത്തി ആ പൂക്കളെ അകർത്തി നമ്മൾ പൂക്കളമാണ്. അത് നമ്മൾ ചെയ്യുന്നത് മാവേലി എന്ന് പറയുന്നൊരു പഴയ സങ്കല്പം. ആ സങ്കല്പത്തിൽ മനുഷ്യരെല്ലാവരും ഒന്നായൊരു സങ്കല്പം. ഈ സങ്കല്പത്തെ ഒരു സങ്കല്പമാണ്, പക്ഷേ നമ്മളതിന് ചരിത്രമായി കാണാൻ ശ്രമിക്കും. എന്തിന് ഈ പഴയ ചരിത്രം വെച്ചുകൊണ്ട് നമ്മൾ പുതിയ തലമുറയോട്, പുതിയ കാലത്തോട് പറയും, വരും കാലത്തെങ്കിലും ജാതിയില്ലാത്ത, മതമില്ലാത്ത മനുഷ്യരെല്ലാവരും ഒന്നായി കഴിയുന്ന ഒരു കാലം ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോ ഓണക്കാലത്തും ഒരു പാണനെ പോലെ മാവേലിയെ കാടുവാങ്ങിയിരുന്നാണ് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഓർമ്മിപ്പിക്കുന്നത്. പുതിയ തലമുറയാണ് നമ്മൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പുതിയ തലമുറയാണ്. ഈ വർത്തമാന കാലത്ത് ഓണത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട്. കാരണം ജാതി ചിന്തകൾ, വർഗീയ ചിന്തകൾ ഈ പന പോലെ പടർന്ന് പന്തലിച്ച് ഓരോ മനസ്സുകളിലും വ്യാപിക്കാൻ കിടക്കുന്ന ഒരു ഘട്ടകാലത്താണ് ഈ കുറച്ച് കാലമായി ഓണങ്ങൾ കടന്നു വരുന്നത്. ഓരോ വർഷവും ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനുണ്ടാവും. എനിക്ക് സന്തോഷത്തെക്കാളുണ്ട് ഓണക്കാലത്ത് ഇങ്ങനെയുള്ള സന്തോഷം കിട്ടുന്നു. ഓണം കഴിഞ്ഞു വരുന്ന ദുരന്തങ്ങൾ ഓർത്ത് നടങ്ങാറുണ്ട്. ഈ ദുരന്തങ്ങൾ കുറയ്ക്കുവാൻ ഈ ഓണ കൂട്ടായ്മ സഹായമാകട്ടെ ഞാൻ. ടീച്ചറെ, ഓണം എല്ലാവർക്കും ഓണാശംസകൾ. ഓണം എന്ന് പറയുമ്പോൾ ഈ നേരത്തെ ഉള്ള ചിന്തകൾ നോക്കിയാലും എൻ്റെ ബാല്യകാലത്തെ ഓണം എന്ന് നോക്കിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഓണമാണ് എൻ്റെ ജീവിതത്തിൽ. എല്ലാ വർഷവും ഓണം വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു കർഷക കുടുംബത്തിലെ അംഗമായ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ വരെയും വളരെ സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നുണ്ടെന്ന് ഓർക്കുന്നത് തന്നെ എനിക്ക് വളരെ ഒരു സന്തോഷവും സമാധാനവും തരുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ കൊച്ചുമക്കളൊക്കെ കൂടുള്ളതുകൊണ്ട് വളരെ സന്തോഷം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ എല്ലാ ജാതി മതസ്ഥരും ചേർന്ന് കൊള്ളുന്ന ഈ ഓണത്തിന് നമ്മുടെ ഒരു ദേശീയ ഉത്സവമായ ഈ ഓണം വളരെ സന്തോഷത്തോടെ എല്ലാവരും കൊള്ളുന്നുണ്ട്. ടീച്ചർ പറഞ്ഞതുപോലെ എന്നും ഓണം ഇങ്ങനെ കൊണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തെല്ലാം ഒക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഓണത്തിന് യാതൊരു വ്യത്യാസവും വരാതെ എല്ലാവരും സന്തോഷത്തോടുകൂടി ഓണം ഇപ്പോഴും ആഘോഷിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് പിന്നെ തുളസിയമ്മൻ്റെ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരെണ്ണത്തിനകത്ത് എനിക്കും അഭിനയിക്കാനുള്ള അവസരം കിട്ടി. അഭിനേതാവൊന്നും അല്ലെങ്കിൽ പോലും അതിനകത്ത് വന്നണ്ട നിർബന്ധം കൊണ്ട് ഒരു നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം. അവരുടെ ഈ ഒരു ശ്രമത്തിന് എല്ലാ ഭാഗവും. പ്രസന്നപിള്ള, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് ഇന്നത്തെ ദിവസം ഒരു ഭയങ്കര സന്തോഷത്തോടെ ഞാൻ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. സാറിൻ്റെ വീട്ടിൽ ഇന്നിവിടെ വരാൻ പറ്റിയതുകൊണ്ട് ഓണത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എന്താ പറയാനാണ്, എല്ലാവരുടെയും ദേശീയോത്സവം മലയാളി എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഓണം നല്ലപോലെ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ 6-7 ഷോർട്ട് ഫിലിമിൽ ഈ ഓണത്തിന് മുന്നേ അഭിനയിക്കാൻ പറ്റിയ ഒരു പ്രത്യേക സന്തോഷം കൊണ്ടുണ്ട്. ഈ അവസരത്തിൽ ഞാൻ തുളസി സാറിനും ധർമ്മയ്ക്കും നന്ദി അറിയിക്കുകയാണ്. അതിനെ അന്യനാട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വന്ന് താമസമായി ഞങ്ങളെ ഇങ്ങനെ വിളിച്ച് ഇവിടെ വരെ വരാൻ, സാറിൻ്റെ വീട്ടിൽ വരെ വരാനൊരു അവസരം ദൈവം തന്നല്ലോ എന്ന് ഇങ്ങനെയാണ് ഇവിടുന്ന് ആലോചിച്ച് പോയതാണ്. അത് നിങ്ങൾ ഇവരുണ്ടായിട്ടാണ് സാറേ. അതുകൊണ്ട് എല്ലാവർക്കും ഓണാശംസ. തുളസീധരൻപിള്ള, ഞാൻ ഒരു 10 വർഷം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഓണം ആഘോഷിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ സർവീസിലായിരുന്നത് കൊണ്ട് വെളിനാട്ടിലായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്നത് വെളിനാട്ടിലായിരുന്നു. അന്നും മലയാളി എവിടുണ്ടോ ഞങ്ങൾ ആ ഓണത്തിന് 1 മാസം മുമ്പേ, അതിങ്ങനെ വ്യത്യാസമില്ല, മലയാളി കണ്ണൂർക്കാരനോ തിരുവനന്തപുരത്തുകാരോ അങ്ങനെയില്ല, മലയാളി എവിടെ ഉണ്ടോ അവരെല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന് അതിന് വേണ്ടുന്നതെല്ലാം അവിടെ ഉണ്ടാക്കി ആ ഒരു ഉത്സാഹവും ആ ഒരു പ്രത്യേകതയും കൂടി ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. 10 കൊല്ലം കൊണ്ട് ഞാൻ കാണുന്നുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ എല്ലാവർക്കും ഓണമാണ്, എന്നും ഓണമാണ്. ഇപ്പം കൊച്ചുമോൻ പറഞ്ഞതുപോലെ അവൻ്റെ ആഗ്രഹം എന്തുവന്നു, പായസം പ്രഥമൻ കുടിക്കണം, പായസം കുടിക്കണം, അതായിരിക്കും അവൻ്റെ ഇത്. പക്ഷെ ഇപ്പൊ പായസം വേണോ, ഇൻസ്റ്റന്റ് ഉടനെ മേടിച്ച് അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷെ മറ്റേത് അങ്ങനല്ല.
എല്ലാ വീടുകളിലും സാധാരണക്കാരൻ്റെ വീടായാലും വലിയൊരു വീട്ടിലായാലും അത്രയും കറിയൊക്കെ ഉണ്ടാക്കുക. അത് ഉണ്ടാക്കുന്നതിന് ഒരു ഇതുണ്ട്. തലേന്ന് ഉത്തരാടത്തിൻ്റെ അന്ന് അതിരുന്ന് എല്ലാവരും ഇരുന്ന് അരിയുക. ഇതൊക്കെ ഞങ്ങൾ ബോംബെയിൽ എന്നല്ല, വെളിനാട്ടിൽ എല്ലായിടത്തും ഉണ്ട്, മലയാളി ഉള്ളിടത്ത് എല്ലായിടത്തും ഉണ്ട്. അപ്പം ഈ ഓണം പറഞ്ഞതുപോലെ, ടീച്ചർ പറഞ്ഞതുപോലെ ഇതൊരു ആഗോള ഫെസ്റ്റിവൽ ആയിട്ട് വരുമോ എന്നുള്ളത് തന്നെ സംശയം. കാര്യം ആൾക്കാർക്കുണ്ടല്ലോ, ഇപ്പം നോർത്ത് ഇന്ത്യൻ ആയാലും മറ്റ് സംസ്ഥാനക്കാരായാലും അവർക്ക് ഇതിലൂടെ വലിയ ഇതാണ്. ഇന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ന് കൊച്ചി നേവൽ ബേസിൽ ഓഫീസിൻ്റെ മെസ്സിൽ ഓണാഘോഷം നടക്കുകയാണ്. ഒരു മലയാളി മാത്രമല്ലല്ലോ, പക്ഷേ എല്ലാവരും ആയിട്ട് അവിടെ ഭയങ്കരമായിട്ട് ഓണാഘോഷം നടത്തും. എൻ്റെ വീഡിയോസൊക്കെ അയച്ചു. അപ്പോൾ അവർക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ, അവർക്ക് ഈ പറഞ്ഞ മോൻ്റെ കൂട്ട് അവർക്ക് മുണ്ടെടുക്കാൻ അറിയില്ല. എന്നാലും അവർ എവിടുന്നെങ്കിലും പോയി ഇപ്പം ഈ ഒട്ടിക്കുന്നതുണ്ടല്ലോ ബെൽറ്റിട്ട്, അത് അവർക്കൊരാഗ്രഹമാണ്. അവർക്ക് ഇത് നമ്മളൊക്കെ പഴയ മലയിലോട്ട് പോകണമെന്ന് പറയുന്നതാണ്. പണ്ട് ചുരിദാർ ഇടണമെന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളായിരുന്നു. നമ്മൾ അതിലോട്ട് പോകുന്നു, അവരിത് നമ്മളുടെ ഇതിലോട്ട് കയറി വരും. അതാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല നല്ല രീതിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ ഓണത്തിനൊരു നല്ലൊരു കൂട്ടായ്മയാണ്. ഈ ഒരു ഓണം എന്നുള്ള പേരില്ലായിരുന്നെങ്കിൽ നമ്മളെന്നും എല്ലാവരെയും കാണും, പക്ഷെ ഇതേപോലെ നമ്മളൊന്നും കൂടിയിരിക്കും. ഇതുണ്ടായതുകൊണ്ട് പരസ്പരം അറിയാനും പരസ്പരമുള്ള കാര്യങ്ങൾ പറയാനും ഒക്കെ ഉള്ള ഒരു നല്ലൊരു അവസരം. യഥാർത്ഥത്തിൽ രാജ ക്രിയേഷൻസ് ആണ് നമ്മളെല്ലാവരെയും ഒന്നിപ്പിക്കുന്നത്. നമ്മളെല്ലാം മണികൾ, ഇവരാണ് കൊരുക്കുന്ന നൂല്. ആ നൂല് പൊട്ടാതെ നമ്മൾ എപ്പോഴെങ്കിലും പൊട്ടിപ്പോയാലുണ്ടല്ലോ, പിന്നെ മണികൾ നമുക്കറിയാമല്ലോ, ഈ പളുങ്കുമണിയുടെ ഇത് പൊട്ടിപ്പോയാൽ ചേറിപ്പോവും. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം കാണാതെ പിന്നെ അത് മൊത്തം പറക്കിയെടുത്ത് നമുക്ക് പൊരുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നോക്കേണ്ടത് ഞങ്ങളുടെ നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. ഓക്കെ, എല്ലാവർക്കും ഓണാശംസ. ഓണം ഞാൻ എൻ്റെ ഒരു 50 വർഷങ്ങൾക്ക് ഒരു 10 വയസ്സ് കഴിക്കാത്ത ഓണം എന്ന് പറയുമ്പോൾ അർത്ഥം വരുന്നത്, ഞാൻ പണ്ട് ഈ പിള്ളേർ ഞങ്ങളെല്ലാം കൂടെ കുറച്ച് ഈ കരുതി കളിക്കാനൊക്കെ പോകും. അതാണ് ഒരു 2 വരി ഓടിക്കൊണ്ട് തന്നെ. അത് ഞങ്ങൾ ഈ വയറൊക്കെ ആദ്യമേ ഞാൻ പറയാം, ഓണത്തെ ഓണം വന്നാലെന്തെല്ലാം ഇരുപത്തെ അടിച്ചുകൊണ്ട് ഒരുക്കിക്കൊണ്ട് തിരുവാതിര കാണിയണം എന്നുള്ളൊരു പാട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ തുമ്പ വിളിച്ചുകൊണ്ടുള്ള ഓട്ടം, ഏരിയക്കം, അങ്ങനെയുള്ളൊക്കെ ഒരു അവസരം നമ്മൾ ഇപ്പം കുഴിപ്പന്ത് അതൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഇതിലിപ്പോൾ എല്ലാവരും പണ്ടേ ഞാൻ എൻ്റെ വലിയമ്മാച്ചൻ്റെ വീട്ടിലൊക്കെ ഈ ഓണത്തിന് പോകാറുണ്ട്. ഓണത്തിന് പോകുന്നത് ഒരു പൊയിലിയായിട്ടാണ് പോകുന്നത്. ഇന്ന് പൊയില മൊബൈലിൽ കൂടെ കൊടുത്തു, അല്ലാതെ കയ്യിൽ പാര അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഓണം ഉണ്ടെങ്കിലും നമുക്ക് സഹോദരങ്ങളിൽ ഒന്നിക്കുവാനുള്ള, ഒരിടത്ത് പോയി നിന്ന് കഴിയുവാനുള്ള, ഓണം കൊണ്ടുപോകാനുള്ള ഒരു അവസരം നമുക്ക് ഇപ്പോഴില്ല. പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാ ബന്ധുപത്രാദികളുടെ വീട്ടിൽ നമ്മൾ ഒരു ദിവസം പോയിരിക്കും. ഇന്ന് അതല്ല. ഇതിപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ നമ്മൾ ഇത്രയും പേര് തന്നെ കൂടാനൊരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി തന്നത് തുളസിയമ്മൻ ചക്കി ആവശ്യമില്ല. അപ്പം ഇപ്പം തന്നെ നമുക്കൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസ. ആദ്യമായിട്ട് തുളസിയണ്ണനും ധർമ്മിക്കും നമ്മുടെ സാറിനും ഗോപാലകൃഷ്ണൻ സാറിനും കുടുംബത്തിനും നന്ദി പറയുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് ഞങ്ങളുടെ ഓണം ഇവിടെയാണ്. കഴിഞ്ഞ വർഷവും ഇവിടെയാണ്. കാരണം ഞങ്ങളുടെ 2 മക്കളുമാരും കേരളത്തിന് വെളിയിലായതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ ഓണാഘോഷമില്ല. ഞങ്ങൾ എവിടെയെങ്കിലും അമ്പലങ്ങളിലോ ഒക്കെ പോകത്തതേ ഉള്ളൂ. ആ സമയം ഇപ്പോഴും മക്കളുമാർ വീട്ടിലില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഓണം കഴിഞ്ഞ വർഷവും ഇവിടെ ആയിരുന്നു, ഈ വർഷവും ഇവിടെ തന്നെയാണ്. അടുത്ത വർഷം നമ്മൾ അതന്നെ അത് നന്ദി ഞാൻ പറഞ്ഞത്. അടുത്ത വർഷം നമുക്ക് അങ്ങനെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു പഴയ രീതിയിൽ നമുക്കൊരു ഓണം ആഘോഷിക്കണം. ഇവിടെ തന്നെ, വേറെ എങ്ങും വേണ്ട, ഇവിടെ തന്നെ.
ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. ഇവിടെ ഒരു കുടുംബമായിട്ട് വരിക, അതിന്റെ നമ്മൾ രാവിലെ വരുക, നമ്മളും കൂടെ ഈ കുടുംബത്തിൽ ചേർന്ന് ഉച്ചയ്ക്ക് ഒരു സദ്യയോടുകൂടി ഓണം. അതാണ് വേണ്ടത്, അതാണ് വേണ്ടത്. അങ്ങനെ പായസം ഒരു ദിവസം പായസം സദ്യയോടുകൂടി, അത് സാറിന് മാത്രമല്ല നമ്മളെല്ലാം കൂടി ഇവിടെ ഓണമൊക്കെ ആഘോഷിച്ച് നമ്മളിവിടെ പിരിയണം. ഇതുപോലുള്ള ഒരു കൂട്ടായ്മ, അവസാനം കൂട്ടായ്മയൊക്കെ ചേർന്ന് പിരിയണം. അതാണ് എൻ്റെ ഞാൻ ടീച്ചറോടൊക്കെ അത് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വന്നതും നമുക്ക് അടുത്ത വർഷം ഇങ്ങനെ തന്നെ ഇവിടെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. അതാണ് ഞാൻ പറഞ്ഞ ആദ്യമേ. പിന്നെ ഇത് നമ്മുടെ ആ ഷോർട്ട് ഫിലിമിൽ കൂടിയാണ് തുളസിയണ്ണനും ധർമ്മയും കൂടെ പിന്നെ മാസത്തിലൊരിക്കൽ അങ്ങനെ 12 ഷോർട്ട് ഫിലിം വേളൂസി വെച്ച് നടത്താനും അതിൽ ഞങ്ങളും കൂടെ പങ്കാളിയാകാനും പറ്റി. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പം പാടുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോളേജിൽ പഠിക്കുമ്പോൾ പിന്നെ ഡാൻസ് കളിക്കുമായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഡാൻസ് കളിക്കുമായിരുന്നു, നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ സമയത്ത് കിട്ടിയ അവസരങ്ങളാണ്, എന്തൊക്കെയോ അന്നേരം കിട്ടിയ അവസരങ്ങൾ. അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ചെറിയൊരു ഷോർട്ട് ഫിലിം വേറൊരു കക്ഷിയുടെ അതിനകത്തൊരു പാട്ട് രംഗത്തിൽ അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടി ചെറുതായി. അന്നേരമാണ് നമ്മൾ അറിയുന്നത് അഭിനയം ഈ ഇച്ചിരി പാടുള്ള സാധനമാണ് എന്നാണ്. നാടകത്തിൽ അഭിനയിച്ചതുപോലല്ല ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുന്നത്, പാടുള്ളൊരു സാധനമാണ് അന്നേരം നമ്മൾ അറിയുന്നത്. അതിനുശേഷമാണ് വീട്ടിൽ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞത് ടീച്ചർ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനും അതിനകത്തൊരു കഥാപാത്രമായി മാറി. അന്നേരം പറയുന്നത് സാറ് പറഞ്ഞതെന്ന് പറയുന്നത്. അന്നേരം സ്വാഭാവികമായിട്ട് എന്തൊക്കെയോ ഒരു ആഗ്രഹങ്ങൾ കൊണ്ട് അതിനകത്ത് അഭിനയിക്കുകയും നമ്മൾ ഒരു ഫിലിമിൽ അഭിനയിക്കുന്ന ഒരു ഭാഗ്യം കിട്ടിയത്. അതിനകത്ത് കിട്ടിയ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ അണ്ണനുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റി, ധർമ്മയായിട്ട് കൂടുതൽ എടുക്കാൻ പറ്റി, ഗോപാലകൃഷ്ണൻ സാറുമായിട്ട് കൂടുതൽ എടുക്കാൻ പറ്റി ഈ ഫിലിമിൽ കൊടുക്കാനാണ്. അത് നേരത്തെയൊക്കെ നമ്മൾ ഒരുപാട് വേദികളിൽ വെച്ച് സാറിനെ കണ്ടുപിടിച്ചെങ്കിൽ വളരെ അകലെ നിന്നാണ് സാറിനെ കാണുന്നത്. സാറിനെ ഞാൻ സ്കൂളിലൊക്കെ ഫംഗ്ഷനൊക്കെ വിളിച്ചിട്ടുണ്ട്. അന്നേരം അകലെ നിന്നാണ് ഇത് കാണുന്നത്. പക്ഷെ ഈ കൂട്ടായ്മ കൂടിയായിട്ട് സാറുമായിട്ട് കൂടുതലെടുത്തത്, ഈ കുടുംബമായിട്ട് കൂടുതലെടുത്തത്, ഈ ഇരിക്കുന്ന ഓരോരുത്തരുമായിട്ട് കൂടുതലെടുത്തത് ഈ ഒരു ബന്ധമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് അടുത്ത വർഷം നല്ലൊരു ഓണാഘോഷം നമുക്ക് ഇങ്ങനെ ഇത് മാത്രം പോരാ, ഓണാഘോഷം ഇവിടെ കളികളെല്ലാം ചെറുത്തൊരു ഓണം, ഓർക്കത്തക്ക രീതിയിലൊരു ഓണാഘോഷം. അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അതാണ് എനിക്കിപ്പോൾ ആദ്യ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? നമ്മള് താമരശ്ശേരി ചോരന്ന് ഒരിക്കൽ ആ ചോരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ, കുയ്യി ഇറക്കല്ലേ. പണ്ടാരടങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്ക് മണി വ്യത്യാസത്തിന് സ്റ്റെയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, നമ്മുടെ ഇഞ്ചിന് തവിട് കൂടി.